ജസ്ന സലീം മരണത്തോട് മല്ലടിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല കേട്ടോ. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇനി ആരും എന്നെ പിടിച്ചിടാൻ വരണ്ട. ജസ്ന സലീം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ കാര്യമാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ജസ്ന സലീം ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തു. ആശുപത്രിയിൽ കിടക്കുന്നൊരു കാഴ്ചയാണ്. അതിന് കൊടുത്ത തലക്കെട്ട് മരണത്തോട് മല്ലടിക്കുന്നു ജസ്ന സലീം എന്നൊക്കെയാണ്. ആ വീഡിയോയിൽ പറയുന്നത് ഒരു കൊയിലാണ്ടിയിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. ആ ആശുപത്രി പോയ സമയത്ത് അവിടെയുള്ള ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറ്റി കുത്തിവെച്ചതിൻ്റെ ഭാഗമായി കാലൊക്കെ മന്ത് പോലെയായി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്, ജസ്ന സലീം ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറിക്കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയായാലും കൂടി അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങൾ കിടത്തുന്നതല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. ആ ഒരു കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ്, ആ ഒരു നേഴ്സ് കാരണം ഇവളെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷൻ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെയുള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. ആ ഒരു നേഴ്സ് കാരണം ഇവൾ ഈ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവും. ഒരു 2-3 സ്റ്റെപ്പ് നടന്ന് പോകുമ്പോഴേക്ക് ഇവർക്ക് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല, കാല് വീങ്ങി വരിക ചെയ്യുക. ഇതിന് അന്ന് അവിടെ പോയിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവിടുത്തെ സാറ് ഇവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന, അതായത് ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന എല്ലാവിധ ചിലവും കാര്യങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊയിലാണ്ടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അവർ ചിലവഴിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് വിട്ടതും. അതിനുശേഷം അവരൊരു എൻക്വയറി നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അതിനു വേണ്ടിയുള്ള ഒരു നടപടിയോ അല്ല എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ആ വേദന ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇതിന് മുമ്പേ ആ ഒരു ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിവ്യൂ കേട്ടാൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് അന്ന് അവിടെ നിന്ന് കാല് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ. നിങ്ങൾ തന്നെ കണ്ടാൽ അറിയാം ആ ഒരു കാലിൻ്റെ വീക്കവും കാര്യങ്ങളൊക്കെ. അപ്പം അത്രത്തോളം ആ ഒരു നേഴ്സിനോട് ചെയ്യരുത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്ത് കാല് ഇങ്ങനെ ആക്കി വെച്ച് ആ നേഴ്സിനോടൊക്കെ എന്തെന്നാ പറയേണ്ടത്. ഞാനിപ്പോൾ ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് കാല് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഈ കാലിങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമല്ല. നാളെ ഈ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഇവൾ മരണപ്പെട്ടു പോയാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി പോളി ക്ലിനിക്, അതായത് കൊയിലാണ്ടി ടോളിനടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ജീവനക്കാരും അവിടുത്തെ ഓണറും. കാരണം അവർ കാരണം കാലിലെ കോലനിലകൾ നോക്കും, ഒരു തരം മന്ദ പിടിച്ച ആളെ പോലെ ആയിപ്പോയി കാലെല്ലാം കൂടി. ഈ ഒരു ഗതി ഇനി ഒരാൾക്കും പോരാത്തതിന് അത് ചോദിക്കാൻ പോയ എന്നാ ഒരു ഉളുപ്പ് പോലും ഇല്ലാണ്ട് അവിടുത്തെ ആ നേഴ്സ് വകവെച്ചിക്കില്ല. എന്നിട്ട് അവർ പോയി കൊടുത്ത് ഞാൻ പോയി താക്കി എന്നുള്ള രീതിയിലൊക്കെ അവർ പോയി കൊടുത്തിട്ട് പോലീസുകാർ വരെ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇതെന്തെങ്കിലും ബൈ ചാൻസ് ഇതിലെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും ഇനി ചെയ്യുക? അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥാപനം നമുക്കിനി വേണ്ട എന്ന് തന്നെ വെക്കണം. ഇങ്ങനത്തെ ഒരു സ്ഥാപനം വേണ്ടല്ലോ. കണ്ടില്ലേ, ഇതാണ് ജസ്ന സലീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, ഇത്തരമൊരു സംഭവം കണ്ടിട്ട് അത് മരണത്തോട് മല്ലടിക്കുന്ന ഒരു രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലിലൊരു വീക്കം കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമെന്നുള്ള വേദനയും മറ്റുമൊക്കെ ഉണ്ടാകും. നമുക്കൊരു മനുഷ്യന് എന്തെങ്കിലും പ്രയാസങ്ങളോ ആരോഗ്യ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകളിൽ നിന്നും സങ്കടത്തോടു കൂടിയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ്
നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളത്. എന്നാൽ നേരെ മറിച്ച് ജസ്ന സലീമിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല. ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ഒരു നല്ലൊരു വാക്ക് പോലും ജസ്ന സലീമിനെ കുറിച്ച് ഒരു മനുഷ്യനും പറഞ്ഞതായി കാണാൻ സാധിക്കില്ല. നേരെ മറിച്ച് ആളുകൾ താഴെ വന്നുകൊണ്ട് പരിഹസിക്കുകയാണ്, അവരെ കളിയാക്കുകയാണ്. നിനക്ക് ഇതല്ല ഇതിനപ്പുറം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ സന്തോഷിക്കുകയാണ്. ആ ഇഞ്ചക്ഷൻ മാറ്റി കുത്തിവെച്ച ആ നേഴ്സിന് അവാർഡ് കൊടുക്കണം, അവരെ സമ്മതിക്കണം, അവരെ അഭിനന്ദിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അത് ഇന്ന മതത്തിൽപ്പെട്ട വ്യക്തികളൊന്നുമല്ല കേട്ടോ. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും എല്ലാവരും കൂടി ചേർന്നാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ചെയ്യുന്നത്. നോക്കി, ഇതിൽ നിന്നും ആളുകൾ എത്രത്തോളം ഈ ജസ്ന സലീമിനെ വെറുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഞാനിതിനെ ഒരു അസുഖം വന്നതിനെ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ ഈ അസുഖം പടച്ചവൻ കൊടുത്തതാണ് എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു അസുഖം വന്നതിന് ശേഷം അവരെ സമാധാനിപ്പിക്കേണ്ടതിന് പകരം അതിൽ സന്തോഷം കൊള്ളുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം സ്ത്രീ എന്ന നിലയിലായിരുന്നു ഇവർ ആദ്യം അറിയപ്പെട്ടത്. പിന്നീട് അതിനുശേഷം തൻ്റെ മകനെ പഠിപ്പിച്ച ഒരു ഉസ്താദ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പിന്നെയാണ് ഇവർ കുറച്ചുകൂടി വാർത്താമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ഈ ഉസ്താദിനെ വിമർശിച്ചത് കൊണ്ട് തന്നെ സംഘികൾ ആദ്യം ഈ ജസ്ന സലീമിന് വലിയ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. പിന്നീടാണ് കളികളൊക്കെ മാറി മറിഞ്ഞത്. പിന്നീട് ഇവർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വലിയ രീതിയിൽ വിവാദമായി മാറി. ഗുരുവായൂർ അമ്പലത്തിൽ പോയി നിരന്തരമായ റീൽസുകൾ എടുക്കുന്നു, അതും കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം ഒരു തവണ ഈ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നുകൊണ്ട് അവിടെ ഒരു കേക്ക് മുറിച്ചതിൻ്റെ സംഭവം വലിയ വിവാദമായി മാറി. അവസാനം പിന്നീട് സംഘികളും ഈ ജസ്ന സലീമിനെ കൈവിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവർ പറഞ്ഞൊരു കാര്യം, ഞാൻ മതം വിടാൻ പോവുകയാണ്, എൻ്റെ തട്ടവും ഷോളും ഒക്കെയാണല്ലോ പ്രശ്നം, അതുകൊണ്ട് ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മതം വിടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നിട്ട് അതിനുശേഷവും തട്ടമൊക്കെ ഇട്ടുകൊണ്ട് ഭീമാ പള്ളിയിലൊക്കെ പോകുന്നൊരു കാഴ്ച കാണാനിടയായി. അതോടൊപ്പം ചർച്ചിൽ പോകുന്നൊരു കാഴ്ച കാണാനിടയായി. അതായത് പറയുന്നത് ഒരു കാര്യം, പ്രവർത്തിക്കുന്നത് മറ്റൊരു കാര്യം. ഇവരുടെ ഇത്തരം പ്രവണതകൾ അത് വിശ്വാസികൾക്ക് ഇവരോടുള്ള വെറുപ്പ് ചില്ലറയൊന്നുമല്ല ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോൾ ഈ ആശുപത്രി കിടക്കുന്ന ഈ ഇത്തരം ഒരു വീഡിയോയ്ക്ക് താഴെ പോലും ആളുകൾ ഇവരെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കുന്ന അത്തരം കമൻറ്റുകൾ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്പായുസ് മാത്രമാണ്. ഏതാനും കുറച്ച് വർഷങ്ങൾ മാത്രമേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയുള്ളൂ. ആ ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണം. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് അതാണ്. നമ്മളെക്കുറിച്ച് നല്ല വാക്കുകൾ, അയാൾ നല്ല മനുഷ്യനായിരുന്നു, അയാൾ നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നമുക്കൊരു അസുഖം, രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മറ്റുള്ള മനുഷ്യർ പ്രാർത്ഥിക്കണം. അത് ജീവിച്ചിരിക്കുന്ന കാലത്തിൽ മാത്രമല്ല, നമ്മൾ നാളെ എങ്ങാനും മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും നമുക്ക് വേണ്ടി നല്ലവരായ മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതാണ് ഒരു മനുഷ്യന് വേണ്ടത്. അതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം.